മക്ക ഹറമയിൽ ഇരിക്കുന്ന സമയത്ത് നമസ്കാര ശേഷമുള്ള ദിക്റുകൾ രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് തവാഫ് ചെയ്തുകൊണ്ട് ചെല്ലാമോ എന്നുള്ളതാണ്. നമസ്കാര ശേഷമുള്ള ദിക്റുകൾ അത് മക്കയിലാകട്ടെ ഏത് സ്ഥലത്താകട്ടെ നമ്മൾ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് ദിക്റ് ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അത് തന്നെ പള്ളിയിലാണെന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ ചെല്ലലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കാരണം ഹദീസിൽ വന്നത് മുഅഖിബാത്തുൻ എന്നാണ്. മുഅഖിബാത്തുൻ എന്ന് പറഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് എന്നാണ്. നമസ്കാരം സലാം വീട്ടിയ ഉടനെ ചൊല്ലുന്ന ദിക്ർ ലാ യഖീബു ഖായിലുഹുന്ന, അതിനെ പറയുന്നവർ ഒരിക്കലും പരാജിതനാകൂല എന്നാണ് ഹദീസിൽ വന്നത്. അതേപോലെ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഒരാൾ ഇരുന്ന് ദിക്ർ ചൊല്ലുകയാണെങ്കിൽ എന്ന് തുടങ്ങുന്ന ഹദീസുകൾ വേറെയും കാണാൻ കഴിയും. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. എന്നാൽ ഒരാൾ ദിക്റുകൾ നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന സന്ദർഭത്തിൽ ദിക്റുകൾ ചൊല്ലി വീട്ടിൽ പോകുമ്പോഴോ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴോ ചൊല്ലുകയാണെങ്കിൽ അതിന് വിരോധമൊന്നുമില്ല. അതിന് ആ പ്രതിഫലം കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഇനി തവാഫ് ചെയ്യുമ്പോൾ ഈ ദിക്റുകൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിലും അദ്കാറു സബാഹ ആകട്ടെ അല്ലെങ്കിൽ നിസ്കാര ശേഷമുള്ള ഈ ദിക്റുകൾ ഇനി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൊല്ലുകയാണെങ്കിലും അതിനും വിരോധമൊന്നുമില്ല. അതിനും അവർക്ക് അതിൻ്റേതായ മഹത്വം പ്രതിഫലം ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.